എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കുറെ ദിവസമായി അന്വേഷിക്കണു. നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? അത് ചില തന്തയില്ലാത്തവന്മാരെ സൂക്കടാ. എന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പുളിച്ച് പറഞ്ഞു കൊടുത്തേനെ. അയ്യോ, ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ 10 പവൻ പോയേനെ. അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു. ദേ, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ. ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി. ചെറിയ തുക വല്ലതുവാണെങ്കിൽ തരാം. പേരെന്താ? ആശ. ദേ, ആ സ്കൂളിനെടുത്താ താമസം. എവിടെയാ വീട്? വീട് അടുത്തന്നെ. ജോലി? ജോലി ഇങ്ങനെ സഹായിക്കാം. ആരെ എന്തിനു സഹായിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ വരുമല്ലേ? പിന്നെ പക്ഷെ കാശ് തരണം. പിന്നെ അന്വേഷിക്കുമ്പോ വെറും ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടിന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പക്ഷിയുടെ പേരൂടെ പറഞ്ഞാൽ മതി. അതെ. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടാ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാവില്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ലെന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട നേരാണ്. ഒരുമിച്ച് കുറച്ചു നേരം ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നെ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നെ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനാലും നമുക്ക് അവിടെ കഴിയാം. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നോണ്ടല്ലോ ചവിട്ടി ഒരു കൊടുക്കണം. ഞാൻ എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. ദേ എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേ കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം. ഞാൻ കാത്തിരിക്കും. കള്ളൻ മോൻ കണ്ടില്ലേ? ഒരു ഗൗരവം. ഒന്ന് ചിരിച്ചേ. പോട്ടെ. ഞാൻ നിന്നോളാം സാർ. നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം. എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഇവിടെ ഇരിക്കാം. എന്താ കാര്യം? നമ്മുടെ ബില്ല് മാസം 1 ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ടത് പാസ്സാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കള്ളപ്പണിക്ക് കൂട്ടുവെക്കാനെ കിട്ടില്ല. അയ്യോ, ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ. വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് 1,00,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ? അത് പ്രതികൂലമായ കാലാവസ്ഥയില് കാറ്റിലും മഴയിലും ഞാൻ കാല് പിടിക്കാം സാർ. അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ അല്ലേ? അങ്ങനെയല്ല. ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം. അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത്, കാറ്റത്ത് കരിയില പോലെ പറന്നും പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ഇനിയുള്ള പണി സാറ് പറയുന്ന പോലെ ചെയ്തോളാം. ഇപ്പൊ പണിതിടത്തോളം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തുപാലെടുക്കും സാർ. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ. ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടുന്നില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? എന്നാ പോണം. ഓടോ. എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ. ഞാൻ താഴേണ്ട അടുത്ത് ഭൂമിയോളം താഴും. പക്ഷെ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും, ഞാൻ കൊല്ലും. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. പിന്നെ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അതവന്റെ അപ്പം തരൂ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി. അയാള് പിടിച്ച മുയലിന് 3 കൊമ്പാ. ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവന് ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്തലുണ്ടാവില്ല. പിന്നൊരു വഴിയുണ്ട്.
ഉം. അയാൾ ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുമോ? അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കും. ലീവ് എടുപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ല ബായി. അതിന് ഈ കള്ളത്തനം കാണിക്കണോടാ സൈത്താൻ. നിനക്കൊരു വേല ചെയ്യാമോ? എന്ത് വേലയാ? ഒരാളെ ഒന്ന് ഒതുക്കാമോ? ചെറുതായിട്ടാണെങ്കിൽ. ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? കയ്യോ കാലോ ഓടിച്ചാ മതി. ആളെങ്ങനെയാ? നിന്റെ അത്ര ഉണ്ടാവും. നേരിട്ട് മുട്ടണ്ട, നല്ല കാശ് വാങ്ങി തരാം. ഒരു 2000 കിട്ടുമോ? 10 പറഞ്ഞിട്ടുണ്ട്. 5 എനിക്ക് എത്തിച്ചേക്കണം. ആളാരാ? അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരോ? അയ്യപ്പൻ നായർ കണ്ടാൽ ആളും ഡീറ്റെയിൽസും കിട്ടും. ഏറ്റോ? ഏറ്റു. അച്ഛാ. നമസ്കാരം. ആ, നമസ്കാരം. താന് പിന്നെ കൊന്നല്ലോടോ. അയ്യോ, അങ്ങനെ പറയരുത്. സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ. എവിടേക്കാണാവോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് കാണാനാ. അപ്പൊ വെയിറ്റ് ചെയ്യണ്ടെന്ന് അർത്ഥം. നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞു കേട്ടോ സാറേ. തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുതലാളി. മറ്. ഓ. അതാണ് കക്ഷി. നേരിട്ട് മുട്ടണോ? അത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. നേരിട്ട് മുട്ടാനാണെങ്കിൽ തന്നോട് പറയൂ. അല്ല, നേരിട്ട് വേണേലും മുട്ട. വേണ്ട. സ്കൂട്ടറിലാണ് വരവും പോക്കും അല്ലേ? അതെ. എന്താ? കയ്യോ കാലോ തന്നെ ഓടിയണമെന്നുണ്ടോ? നടുവായാലും പോരെ? എന്തായാലും വേണ്ടില്ല. ഒരു 3 മാസെങ്കിലും ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം. അത്രയല്ലേ ഉള്ളൂ? ശരി, വണ്ടി പോട്ടെ. ആരാ? അല്ല, ആരാത്? എന്താ ഈ നേരത്ത്? വരൂ, ഇങ്ങോട്ട് കയറി നിന്നോളൂ. എവിടെ നിന്നോളാം? രമേ, ഒരു തോർത്തിങ് എടുത്തേ. എവിടെ പോയിട്ട് വരുന്നു? ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. അത് നോണ. എന്ന് വെച്ചാ ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നതാ. തിരിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ മഴ, ബസ്സും പോയി. അപ്പോഴാ നമ്മുടെ കാര്യം ഓർത്ത്. ദാ തല തുറത്തിക്കോളൂ, പനി പിടിപ്പിക്കണ്ട. നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും. ഇപ്പൊ ഒരു ചൂട് കാപ്പി കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? വേണ്ട, എനിക്കൊരു കുട കിട്ടിയാൽ ഞാൻ പോയിക്കോളാം. എങ്ങനെ പോവും? ഓട്ടോറിക്ഷ കിട്ടും. അതോ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങോ?
നീ വിടിരി, ഞാൻ നത്തിനെ കണ്ടുവരാം. ഞാനും വരാം മേദിനിക്ക. വേണ്ട, നത്ത് നിന്നെ കണ്ടാ വിടൂല. നൂൺ ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാ പാർട്ടിനോട് അഡ്വാൻസ് വാങ്ങിയതാ. കാശല്ലേ? നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ, അത് എപ്പോഴും ഉണ്ടാവും. ഇത് ആരാന്റെ പോക്കറ്റ് കെടുക്കുന്ന കാശല്ലേ. അവന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കട്ടോ. ഇതാണ് പറഞ്ഞത്, എന്തെയും പറയുമ്പോ മൂന്ന കണിപ്പിക്കും. മൊയ്തീൻക്കല്ലേ പറയണേ, എന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കേ. വരെ നാരായണ്ട, 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 ചത്ത വേണ്ടാറോ നത്തേ. അല്ല, ഇന്നലെ എന്തേന് കോള്? ഒരു പെറ്റി കേസ്. അത് നോണ. സത്യം ബോധിപ്പിക്കാൻ നീ ആരാ മൈസൂരേട്ടാ? അല്ല, പെറ്റി കേസായാലും നമുക്കൊന്ന് കൂടണ്ടേ? കൂടാ, വൈകുന്നേരം ആവട്ടെ. മതി. ആ പിന്നെ നമ്മളെ കരീംബായി അന്വേഷിച്ചിരുന്നു കേട്ടോ. എപ്പോ? കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ആ, അല്ലെ ഇന്ന് വേണ്ട, നമുക്ക് നാളെ കൂടിയാലോ? ഇന്ന് കീരിത്തോട് പാലത്തിന് അവിടെ ആരോ ചത്തിട്ടുണ്ട്. ആരാ? ആര് കണ്ട്? ആളും പോലീസൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി വല്ല കൊലപാതകമായിട്ടാണ് ഒന്നും അറിയാണ്ട് നമ്മളെന്ന് പറയണ്ടല്ലോ. കൂടുതൽ നമുക്ക് പിന്നെ ആവാം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. ഇതിപ്പോ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരില്ലോ എന്റെ ഈശ്വര. ഒന്നും മിണ്ടാതിരിക്കടോ. പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ്. താൻ പറഞ്ഞത് കൊലപാതകമാക്കുകയും ചെയ്യും, കൊലക്കയറ് വാങ്ങുകയും ചെയ്യും. ഇങ്ങോട്ട് വാടാ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് അവനെ കാണണ്ട. അതുകൊള്ളാം, ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടെന്നു. ഇരിക്കണത്തെ ഞാനിവിടെ. അച്ഛാ, ഇനി നിനക്ക് എന്റെ മുമ്പിലിരിക്കാം. സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പനാരെ, ഇവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തേക്കണം. അതിന് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം മരിച്ചു എന്നുള്ള സത്യം തന്നെയാണല്ലേ? എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അത് ശരി, ചക്ക വീണ് ചത്ത മൊയിലാണല്ലേ. ഏതായാലും കുറച്ച് കാശുകൂടി മേടിച്ചോ. എന്താ? ഓ, കൊടുക്കാം. എനിക്ക് ഒളിവിൽ പോണം. അതെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ SI വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് കുറെ നേരം നോക്കി. എന്നെ സംശയം ഉണ്ടാവുന്ന തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവസാനം എന്റെ പെടലിക്ക് വരും. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ്. അയാളുടെ ഭാര്യ എനിക്കറിയാം. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർക്കും സംശയം തോന്നും. അയ്യോ, കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കിനാവള്ളി പോലെ കേറി വരുന്നു കണ്ടോ. ഇനി തന്നെ ഞാൻ ഇവിടെ അടിച്ചു പുറത്താകും. അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം? ഒന്നുമില്ല, എനിക്കവരെ അറിയാം. ഒരു പാവം പെണ്ണ. അത് ശരി. ഉടനെ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അവരുടെ വീട്ടിൽ പോവാ, എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക. ഞാൻ പോവൂല, എന്നെ സംശയിക്കും. സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ? അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നത്, മനസ്സിലായോ? ഓ, പിന്നെ നിന്റെ വായിൽ നിന്നെങ്ങാനിത് പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. അതും മനസ്സിലായിക്കോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നതിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയാണ്? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. മോളെ,
നന്നായി തിരുമണം. ഓ ഉറങ്ങിക്കോട്ടെ. രാത്രി എഴുന്നേറ്റാ ഞാൻ തന്ന മരുന്ന് കൊടുത്താൽ മതി. ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. ഓ ഒന്നുമില്ല. നാരായണ എൻ്റെ കയ്യിലുണ്ട്. ആ എടി പെണ്ണേ, ഇങ്ങോട്ട് വന്നേ. ആരടിയാ ഡോക്ടറോടൊപ്പം പോയത്? ചേച്ചിക്ക് പരിചയമുള്ള ആളാ. ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. എടാ തോമാസ് കുട്ടി, അകത്ത് കട്ടിലേ വന്ന് കിടക്കടാ. വേണ്ട അമ്മച്ചി, ഞാൻ ഇവിടെ കിടന്നോളാം. നീ എന്നെ എത്രയാ പേടിക്കുന്നേ? ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ. നമ്മളെ കഴിഞ്ഞ ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ. വീട്ടിൽ റോസലും പിള്ളേരും തനിച്ചല്ലേ, നമ്മൾ ഇന്ന് തന്നെ ചെല്ലുമെന്നുവാ പറഞ്ഞത്. പറഞ്ഞിട്ട് പോണ്ട ഒരു മര്യാദ കാണിക്കണമല്ലോ. അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ? വിറയിലും ബോധക്കേടും ഒക്കെ കള്ളത്തരവാ നമ്മളെ കാണിക്കാൻ. ഇതുവരെ എഴുന്നേറ്റില്ലേ? എവിടെ? സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കവാ. നമുക്ക് പോയി, അല്ലാതെ ആർക്കാടാ പോയത്? കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ, ഒരു നായരിച്ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇതിനായിരുന്നോ? എന്റെ കർത്താവേ! അമ്മച്ചി കരഞ്ഞ് കരഞ്ഞ് പ്രഷർ കൂട്ടും. അവൻ സമയമായപ്പോഴങ്ങ് പോയി. അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നതാ അമ്മച്ചി? ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്ന് മറിയും തിരിയൊക്കെ ചെയ്യുന്നില്ലേ? അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ അതൊന്നും കാണൂല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളായി അവിടെ പാടായി. വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം. കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയ ആളുകൾ എന്നാ പറയും അമ്മച്ചി? അവളെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കടമയില്ലേ? എന്നാ കടമയാ? നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ. നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട നായരിച്ചി പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല. അവള് മതം മാറിയ നിലയ്ക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാ, മാർഗവാസിയാവും. നിനക്ക് തടി മണ്ണുവേ ഉള്ളൂ. വിടുവായിത്തരം ഒന്നും പറയണ്ട. ഇന്നത്തോടെ കഴിഞ്ഞു ഈ ബന്ധം. ഭക്ഷണം കാലായിട്ടുണ്ട്, കഴിക്കാം. വാ അമ്മച്ചി, എന്തെങ്കിലും കഴിക്കാം. എന്തോന്ന്? ഞങ്ങൾക്ക് വേണ്ട. എന്റെ കൊച്ചു ചത്ത തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോഴാ സദ്യ. ഈശ്വര നിശ്ചയെന്ന് സമാധാനിക്കുക അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരൂ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്റെ തൊണ്ടയിൽ നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല. എനിക്ക് തോമസ് കൂട്ടി വരൂ. അവനും വേണ്ട. ഞങ്ങൾ വിരുന്നുണ്ണാനൊന്നും വന്നതല്ല. നാരായണ, താൻ കഴിച്ചോ വല്ലതും? ഞാൻ കഴിച്ചോളാം. ഇവിടെ ഉണ്ട്. ഓ, മോന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരെ. ആശയുടെ ആരാ? ഞാൻ ബെന്നിയുടെ അമ്മയാ. ചെല്ലേ, ചെന്ന് സദ്യയുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ട് കാണും. കേട്ടാലെന്താ? കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പറഞ്ഞാലെന്താ? എടുത്തങ്ങ് വിഴുങ്ങിക്കളയോ? വിഴുങ്ങട്ടെ.